ഫസ്റ്റ് അത് തന്നെ പറയാം. കണ്ണപ്പിയുടെ കേസ് അവൻ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കി, വീട്ടിൽ കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. ഷാർജ അവിടെ പയ്യന് ഫാമിലി ഗൈ ഇക്കൊക്കെ സുഖമാണോ എണ്ണ ഫാമിലി ഗയ്യ് എന്തായാലും എല്ലാവർക്കും സുഖമുണ്ടോ? ചാർജ് ആവുന്ന പയ്യനും എല്ലാ ചാർജ് ആവാത്ത പയ്യനും എല്ലാ പയ്യനും സുഖമാണ്, പ്രശ്നം തരത്തില്ലേ? ഓക്കെ. അപ്പം ഊമ്പിയല്ലോടാ ടി വി എന്ന് പറഞ്ഞു വിട്ടല്ലോ. നിനക്കുള്ള റിപ്ലൈ തരാം, വെയിറ്റ്. അദ്ദേഹം വരട്ടെ. അപ്പം കേസ് അപ്പം എന്തുവാ കണ്ണാപ്പിയുടെ കേസ്, അവൻ വീട്ടിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി വെച്ച് പ്രശ്നമൊക്കെ ആക്കിയിട്ട് ആകെ ഇത്തിരി സീനായിരുന്നു, മനസ്സിലായില്ലേ? ഇച്ചിരി നല്ല പ്രശ്നമായിരുന്നു. പയ്യെ അവിടെ വീട്ടിലെ അടിയൊക്കെ ഉണ്ടാക്കി ഇത്തിരി ശോകമൊക്കെ ആക്കിയിട്ട് അവൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം അവനെ ഇന്നലെ പോയി കണ്ടായിരുന്നു, നൈറ്റ് വീട്ടിൽ അങ്ങോട്ട് പോയായിരുന്നു. അങ്ങോട്ട് പോയിട്ട് അവരെ കണ്ടായിരുന്നു. അവൻ കണ്ടപ്പോൾ ഓക്കെ ഒക്കെയാണ്. അവൻ വേറെ സീനൊന്നും ഇല്ല കേസ്. അവൻ്റെ ഫുൾ ചാർജ് അല്ലേ ഇത്. സുൽഫി ബ്രോ എന്തിനാണ് സുൽഫി ബ്രോ? അപ്പം അപ്പം താങ്ക് യു ഫോർ ദ $5 സൂപ്പർ ചാറ്റ് സുൽഫി ബ്രോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ്റെ സംസാരിച്ച കേസ് കുഴപ്പമൊന്നുമില്ല. അവൻ സീനൊന്നുമില്ല. അവൻ നോർമലായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഒരു ഫ്യൂ ഡേയ്സിനകത്തിട്ട് ഒരു 2-3 ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവൻ പഴയ പോലെ തിരിച്ച് ലൈവും കാര്യങ്ങളും തിരിച്ചു വരും, മനസ്സിലായ? അവൻ പ്രോപ്പറായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് പഴയ പോലെ വരും. നിങ്ങൾ ശോകമൊന്നും ആവണ്ട, നിങ്ങളാരും ബാഡൊന്നും ആവണ്ട. നിങ്ങൾ അവൻ വരത്തില്ല എന്നെല്ലാം നിർത്തി എന്നൊന്നും ഇതാവണ്ട. അവൻ ചെറിയ പയ്യനല്ലേ കേസ്, അവൻ കൊച്ചു പയ്യനാണ്. അപ്പോൾ അവന് അതിൻ്റേതായ മനസ്സിലായി, എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അവനൊരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഷോക്കായിട്ടുള്ള മൈൻഡ് സെറ്റിൻ്റെ പുറത്ത് അവൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടേണ്. നിങ്ങളാരും അത് കാര്യമാക്കണ്ട. അവന് പോയിട്ട് ഇന്നലെ കണ്ട് സംസാരിച്ച് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സാഡ് ന്യൂസും ഒരു ഹാപ്പി ന്യൂസും എന്നുള്ള രീതി വേണമെങ്കിൽ പറയാം. ഒരു സാഡ് ന്യൂസും ഉണ്ട്, ഹാപ്പി ന്യൂസും ഉണ്ട്. അപ്പം ആദ്യം ഹാപ്പി ന്യൂസ് തന്നെ ആദ്യം പറയാം എന്തായാലും. ഓക്കെ. അപ്പം ഒന്ന് പവർ ആവട്ടെ റവലേന്ന്. ഉഷാദ് ബ്രോ വെൽക്കം ടു സ്ട്രീം. ഉഷാദ് ബ്രോ. അപ്പം ഞാൻ ഇന്നലെ അവിടെ ഈ കണ്ണാപ്പിയെ കാണാൻ പോയ സമയത്ത് ഞാനും ചെന്ന സമയത്ത് ഈഗിളും വന്നത് കറക്റ്റ് സമയത്തായിരുന്നു. ഞാനും ഈഗിളും ഒരേ ടൈമിലാണ് എത്തിയത്. എന്ന് വെച്ചാൽ ഈഗിളിൻ്റെ കാർ വന്ന് കയറുന്നു, അതിൻ്റെ പുറകെ ഞാൻ വന്ന് കയറുന്നു. അങ്ങനെയാണ് നമ്മൾ എത്തിയത് ഇന്നലെ അവിടെ വെച്ച്, സത്യം പറഞ്ഞാൽ. അപ്പം ഞാനും ഈഗിളും രായനും ഗുലാനും ഈഗിളുണ്ടായിരുന്നു, പിന്നെ ടുബോർഗ് ഉണ്ടായിരുന്നു, സക്കീർ ഉണ്ടായിരുന്നു. ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഇന്നലെ പോയിട്ട് നേരിട്ട് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ ഇന്നലെ മീറ്റ് ചെയ്തായിരുന്നു, ഞാനും ഈഗിളും. നമ്മളെല്ലാവരും തമ്മിൽ സംസാരിച്ചിട്ട് ഇവർ ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞത് അതിനകത്ത് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്താ, അതോ ടൈമിങ് വെച്ചിട്ട് ചിരിച്ചാണോ? ഓക്കെ 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 ഓക്കെ. ഞാൻ കണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് സംസാരിച്ച് സീനൊന്നുമില്ല. സംസാരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പം നോർമലായിട്ട് നല്ല രീതിയിൽ തന്നെ ആണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ നമ്മളെ വെച്ചാൽ എനിക്ക് അവരും ബാഡായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങളും എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു. അവൻ്റെ സൈഡിൽ നിന്ന് ഷോക്കായ കാര്യം അവൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടായിരുന്ന ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമുക്കിടയിലൊരു വഴക്കോ കാര്യങ്ങളോ അങ്ങോട്ട് മുമ്പോട്ട് അങ്ങനെ കൊണ്ടുവരാനായിട്ട് അവനും താല്പര്യമില്ല, എനിക്കും അങ്ങനത്തെ താല്പര്യമില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്ത് നമുക്കിപ്പോൾ ഈ ഗെയിമിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള ഒരു ലൈഫിൽ ഉള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. കാരണം നല്ല രീതി തന്നെയാണ് സംസാരിച്ച് ക്ലിയർ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്നല്ല ഇറങ്ങുന്ന സമയത്ത് അവൻ പോകുമ്പോഴും നമ്മൾ പിരിയുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണ് പിരിഞ്ഞത്. അത് ഒരു കേസ്. പിന്നെ ഇതാണ് ഹാപ്പി പാർട്ടെന്ന് പറഞ്ഞ ഇതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഹാപ്പി സൈഡെന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് സാഡ് ആവാം,
സാഡ് ആവാൻ ചില കുറച്ച് പേർക്കെങ്കിലും ഷോക്ക് ആവുന്നൊരു സൈഡ് ആവാനുള്ളൊരു ചാൻസ് ഉള്ള സൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ച് തിരിച്ച് ടി വി എ ഗ്യാങ്ങിലോട്ട് നമ്മൾ കയറുന്ന കാര്യം ആണ് രണ്ടാമത്തെ കേസ്. അപ്പം തിരിച്ചിട്ട് ടി വി എയിലോട്ട് കയറുന്ന കാര്യം കേസ് അത് നമുക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് ഉള്ളത് അറിയത്തില്ല കേസ്. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പഴയ പോലെ ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു പ്രശ്നങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം കേസ് അപ്പോൾ അതുകൊണ്ട് തിരിച്ചിനി ടി വിയിലോട്ട് കയറാനോ അല്ലെങ്കിൽ ടി വിയുടെ അകത്ത് ഒരു ഉള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനും മനസ്സിലായില്ലേ, അങ്ങനത്തെ ഒരു സംഭവങ്ങളിലൊക്കെ ഇതാവാനൊക്കെ ഇനി ഒരു മനസ്സിലായി ആ ഒരു രീതിയിലോട്ട് ഇനി പോകാനായിട്ട് നമുക്ക് ആർക്കും മനസ്സിലായില്ലേ, അത് ശോകമാണെന്നാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ആയത്. കാരണം കുറച്ച് അതിൻ്റെ അകത്ത് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ഈകളുടെ മാത്രമുള്ള ഇഷ്യൂ അല്ല, അല്ലാണ്ട് വേറെ കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ട് കേസ്. അപ്പം അതുകൊണ്ട് ഇനി തിരിച്ച് ടി വിയിലോട്ട് കയറിയാലും ആ ടി വിയെ ഈ അപ്പാപ്പനെയൊക്കെ എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ എടുത്തുകൂടാ ബ്രോ? അത് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിറങ്ങി അവരുടെ ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ടൈം അവർക്ക് മനസ്സിലായി. അവരുടെ ഡിസിഷൻസ് എടുത്തോട്ടെ, അവരെ ആ രീതിയിൽ വിടുക. മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും സംസാരിച്ച് ക്ലിയർ ആക്കി എല്ലാം കഴിഞ്ഞു. ഇനി വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാൻ താല്പര്യമില്ല. അത് അവൻ്റെ ഗ്യാങ് അവൻ്റെ വെച്ചാൽ അവനാണ് ഇപ്പം നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവൻ ആ ഗ്യാങ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് വേണ്ടി അവനത് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം അവരത് അവരുടെ രീതിയിൽ കൊണ്ടുപോട്ടെ. അതിൻ്റെ അകത്ത് ഇനി പോയിട്ട് നമ്മളെ ഡിസിഷൻസ് പറയാനായിട്ട് നമ്മൾ ആരുമല്ല. മനസ്സിലായില്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ഈ തന്നെ ഇപ്പം ഇവർ ഇപ്പം ടാച്ചിക്ക സ്റ്റോറി ഇട്ടതിന് പോലും റീസൺ എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഈ കാര്യം ഓൾറെഡി അവൻ അറിഞ്ഞതാണ്. ടാച്ചിക്ക് ഈ കാര്യം ഓൾറെഡി അറിഞ്ഞിട്ടത് പറഞ്ഞപ്പോൾ അവന് അന്ന് ചാറ്റിലുള്ളവർ കുറേ പേര് അവനെ ഒരുമാതിരി നീയൊക്കെ എന്തടാ കുണ്ണെ മറ്റേ എന്ന് പറഞ്ഞാൽ അവനെ കുറേ ഇത് പറഞ്ഞു, കുത്തിരിപ്പ് ഉണ്ടാക്കിയാണ്, നീ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയാണ്, ഹേറ്റ് സ്പ്രെഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവൻ ഈ കാര്യം അറിഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞാണ്. അപ്പം അവനന്ന് തെറി വിളിച്ചതും അതൊക്കെ അന്നേരം തെറി വിളിച്ചതെല്ലാം അവന് ഭയങ്കര ബാഡായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പുറത്താണ് അവൻ ആ സ്റ്റോറി ഇട്ടാൽ, ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് കേസ് എന്തായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു രീതിയിലോട്ടുള്ള ഇതൊന്നും ഇല്ല. ആരെയും കുറ്റം പറയാനും കളിയാക്കാനും ഇതൊന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ പോവുക. മനുഷ്യ ആരുടെയും ഇപ്പം അവരുടെ കാര്യത്തിൽ നമ്മൾ പോയി ഇടപെടാനും ഇതാക്കാനും ശോകാക്കാനും ഒന്നും ഇവിടെ നിന്ന് ആരും പോകത്തില്ല. അത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ സ്വീഡിൻ്റെ വരെ കേസൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ബാഡായ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ട് കേസ്. അത് ലൈവിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് കുറച്ച് ഷോക്കാണ്. ഇപ്പം മനസ്സിലായില്ലേ, അതിൻ്റെ അകത്ത കാര്യങ്ങൾ പറയുന്നത് ഷോക്കാണ്. ഇപ്പം എനിക്കിപ്പം എന്തുകൊണ്ടാണ് അവർക്ക് തമ്മിലിടയിൽ ഇപ്പം ബാഡായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണെന്നുള്ളത് പറയുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല കേസ്, അത് പറയുന്നില്ല, അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അവർക്കിടയിലുള്ള കാര്യമാണ്. അത് അവർക്കിടയിൽ തീർക്കാൻ പറ്റുമെങ്കിൽ അവർ തന്നെ തീർക്കട്ടെ. അതിൻ്റെ അകത്ത് ഇടപെടാനും ഇടപെട്ട് ഇതിനകത്ത് തലയിടാനൊന്നും ഞാൻ എന്തായാലും പോണില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ സ്പീഡ് T47 കയറിയല്ലോ അതോ ഇല്ലല്ലോ, അവൻ കയറിയിട്ടില്ല കേസ്, അവൻ കയറിയിട്ടില്ല. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റോള് അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നാൽ T47 കയറട്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് കയറേണ്ട, ഇപ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഓക്കെ ഇല്ല എന്നാൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ആ റോള് അന്നേരം ദാമു T47 കളിക്കുന്നുണ്ട്. ദാമു അവൻ്റെ അടുത്തുള്ള കമ്പനിയുടെ പുറത്ത് ഇതിലങ്ങ് അവനെ പിടിച്ച് ആടാക്കിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ കളിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അത് ഇതാക്കിയിട്ടുണ്ട് കേസ്, മനസ്സിലായി. ലൂപ്പ് തന്നെയാണല്ലോ ഇപ്പോഴും പറയുന്നത്. ബ്രോ ഇന്നലെ നടന്ന കാര്യമാണ് പറഞ്ഞത്, ഇത് ലൂപ്പല്ല. ഇന്നലെ നടന്ന കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു. ഈ കാര്യം സംസാരിക്കുന്നത് ഈകളുടെ അടുത്തും ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലായി. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞടാ ഇന്നലെ കണ്ട കാര്യം ലൈവിൽ പറയാമെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു. അവനും ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അല്ലാതെ ഞാൻ ലൂപ്പ് അടിക്കാൻ വന്നതല്ലേ, കാര്യം പറയണ്ടേ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് പ്രശ്നമായിട്ട് മുമ്പോട്ട് പോകുന്നത് കാണണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, മനസ്സിലായില്ലേ. അവർക്ക് വേണ്ടി ഇത് പറഞ്ഞു. അല്ലാതെ നിനക്കൊക്കെ അടി ഉണ്ടാക്കാനും വിഷം ഉണ്ടാക്കാനും ഇതൊക്കെ അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ വിഷം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ മറ്റേ
കുറേ ഇത് ഡയലോഗ് ഇതും എനിക്കത് താല്പര്യമില്ല, മനസ്സിലായേ. എനിക്ക് വന്നിരുന്ന് ഡെയിലി ഇവിടെ വന്നിരുന്ന് ഈ അടിയും പ്രശ്നം ഉണ്ടാക്കാനും താല്പര്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് ജസ്റ്റ് കണ്ട എന്നുവെച്ചാൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ.